മലപ്പുറത്തേക്കാണ് കാളികാവിലെ നരഭോജി കടുവയുടെ ദൃശ്യങ്ങൾ വീണ്ടും ക്യാമറയിൽ പതിഞ്ഞു. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിലാണ് കടുവയുടെ ചിത്രം കണ്ടെത്തിയത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, കടുവയ്ക്ക് വെച്ച കൂട്ടിൽ കുടുങ്ങിയത് പുലിയാണ്. അപ്പോൾ ആ കടുവ ആ പ്രദേശത്ത് അങ്ങനെ വിലസുന്നുണ്ട്. ഗോകുൽ, കരുവാരക്കുണ്ടിലെ കരുവാരക്കുണ്ട് മേഖലയിൽ തന്നെ തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ഇന്ന് ഈ കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഈ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ തന്നെ പതിഞ്ഞിരിക്കുന്നത്. ഈ കരുവാരക്കുണ്ട് ഈ സുൽത്താൻ എസ്റ്റേറ്റിന് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുവ ഈ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കടുവയ്ക്ക് വേണ്ടി 5 കൂടുകൾ പ്രദേശത്തുണ്ടെങ്കിലും ഒരു കൂട്ടിൽ പോലും കടുവ കയറുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പിനെ ആകെ കുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കരുവാരക്കുണ്ട് മേഖലയിലെ കേരള എസ്റ്റേറ്റിന് സമീപം ഈ കടുവയുടെ കാൽപ്പാടുകളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ നടത്തിയ തിരച്ചിലും കടുവയെ പിന്നീട് ഒരു ഘട്ടത്തിലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4-5 ദിവസം കൂടുന്ന സമയത്ത് കടുവയുടെ ദൃശ്യങ്ങളോ അതല്ലെങ്കിൽ കാൽപ്പാടുകളോ കാണുന്നുണ്ട്. പിന്നീട് കടുവയെ കാണാതാകുന്നതാണ് വനംവകുപ്പിനെ ആകെ പ്രതിസന്ധിയിലാക്കി മാറ്റിയിരിക്കുന്നത്. ഇന്ന് ഈ കടുവയെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്ന സുൽത്താന എസ്റ്റേറ്റിന്റെ ഭാഗത്ത് ഒരു കൂട് കൂടി സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെ 5 കൂടുകളാണ് കടുവയ്ക്ക് വേണ്ടി ഇവിടെ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. 4 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ വനംവകുപ്പ് ഈ ക്യാമറ നിരീക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 50ഓളം വരുന്ന ക്യാമറകളാണ്, മറ്റു സാധാരണ ക്യാമറകളാണ് ഈ മേഖലയിൽ മൊത്തമായി സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 15-ാം തീയതിയാണ് കാളികാവിൽ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ടാർപ്പിംഗ് തൊഴിലാളിയെ ഈ നരഭോജി കടുവയായ കടുവ കൊലപ്പെടുത്തിയത്. ഗോകുൽ, കടുവയ്ക്ക് വേണ്ടി വനംവകുപ്പ് സ്ഥാപിച്ച കൂടുകളിലൊന്നും കടുവ കുടുങ്ങുന്നില്ല. പക്ഷേ കാളികാവുകാരുടെ മനസ്സിൽ കുടുങ്ങിയ ആശങ്കയ്ക്ക് ഇപ്പോഴും പരിഹാരമില്ല. ഇടവിട്ട ദിവസങ്ങളിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ആധിയാണ് എങ്ങനെ പുറത്തിറങ്ങുമെന്നത്.